നിന്റെ വിശേഷം? നസറുദ്ദീൻ, ഗോൾഡ് മാർക്കറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോന്ന്? അത് നമുക്ക് ഗോൾഡിന്റെ കേസൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബിറ്റ് കോയിൻ കേസ് പോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സെക്ഷൻ ആയാലും അതിൻ്റെ ഒരു ട്രമൻഡസ് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കൂൾ ഓഫ് പീരീഡ് ഉണ്ടാവും. അത് ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ മാത്രമല്ല, ഈ യുദ്ധം, ടാരിഫ്, അൺസർട്ടനിറ്റി, അതൊക്കെ ഈ പറയുന്ന ഗോൾഡിന് ഫിയലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ സി പി കുറച്ചധികം ഈ സമയങ്ങളിലൊക്കെ ഒന്ന് കയറി എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വരട്ടെ. 2-3 കൂട്ടം പറയാനാക്കണ്ടല്ലോ. അതൊരു ബേസിക് ഇത് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഞാനിപ്പോൾ ഒരു കൊച്ചിയിൽ തന്നെ ഒന്ന് സ്റ്റേബിളായിട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് ഇനി നൈറ്റിലൊക്കെ എനിക്കൊന്ന് ഞാൻ ഫ്രീ ആണെങ്കിൽ വീഡിയോ ഇടാൻ മീൻസ് ലൈവ് പോകാൻ വലിയ പണിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അടിപൊളിയാണെങ്കിൽ നമുക്ക് എന്താ ലൈവ് വരണം. ഫായിസ് ബ്രോ, അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ നിങ്ങൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പിൽ, ഫ്രീ ഗ്രൂപ്പാണ്, പബ്ലിക് ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ. അസ്ലം PK, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്ന് കുറച്ചും കൂടി ഇതാക്കണേ. അസ്ലം, ഒരു മിനിറ്റ്. അപ്പോൾ ഷിബിൻ യൂസുഫ് ബ്രോ, ഹായ്. അലീനൂട്ടം. അപ്പം കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ലൈവ് അപ്ഡേറ്റ്സുകൾ നൽകുന്ന BTCൻ്റെ ഇന്നത്തെ കുറച്ച് കയറ്റം കാണുന്നുണ്ട്. എന്താണ് BTCൻ്റെ അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 15 EMA സപ്പോർട്ടിലാണ് BTC ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ 101-99കളിലൊക്കെ BTC പോയിട്ടുണ്ട്. ഇന്ന് വീക്ക്ലി ക്ലോസ് നടത്തേണ്ടതാണ്. ഈ 99ലേക്കും 98ലേക്കൊക്കെ പോയത് വീക്ക്ലി ക്ലോസ് ഇന്ന് കുറച്ചധികം കയറുമ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നത് സ്ട്രോങ് ആണെങ്കിൽ നോ പ്രശ്നം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കഴിഞ്ഞ 98ലേക്ക് പോയത് ഇതിലേക്കൊക്കെ പോയതൊന്നും എന്ത് ചെയ്യപ്പെടില്ല. നമ്മളെ ഈ ഒരു മാർക്കറ്റിൻ്റെ കറക്ഷനൊക്കെ, കാരണം വീക്ക്ലി ക്ലോസ് അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന 97ലേക്ക് പോയത്, 98ലേക്ക് 99ലേക്ക് പോയതൊക്കെ, അതായത് 15 എന്ന് പറയാം, 50 വീക്കിൻ്റെ സപ്പോർട്ടിൻ്റെ ബിലോയിലേക്ക് പോയതൊന്നും എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഇന്നത്തെ ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ഗുഡ് സൂചന പോലെ 103ലേക്ക് ഉണ്ട്. പക്ഷെ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു 50ൻ്റെ മുകളിലേക്ക് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പോയിരുന്ന 99കളിലേക്ക് പോയതൊക്കെ അത് ബിലോ 50 സപ്പോർട്ടാണ്, എല്ലാം വായിക്കപ്പെടും. രണ്ടാമത്തെ വിഷയം, ഞായറാഴ്ചകളിലുള്ള ഇത്തരം കയറ്റങ്ങൾ എന്നും നമുക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമില്ല. ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇന്നലകളിൽ നമുക്ക് നമ്മുടെ ചില ആൾട്ട് കോയിനൊക്കെ അത്യാവശ്യം ഗെയിന് കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ ഡെയിലി പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഗെയിന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്, ഇതിപ്പോൾ ഒഴിവാക്കണോ, ഇത് ഫേക്കാണോ? കാരണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. ഭയങ്കര നോയ്സ് ഉണ്ട്, വോയിസ് കേൾക്കുന്നില്ല. ഫാൻ മാത്രം ഒരു മിനിറ്റ്, ഫാൻ ഓഫ് വെച്ചിട്ട് AC മാറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിടയിൽ ഈ പറയുന്ന ആദ്യമുള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വന്നില്ല. അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ 99, 98 ബിലോ 100, അതായത് 15 വീക്ക് സപ്പോർട്ടിൻ്റെ ബിലോയിലേക്ക് വന്നിരുന്നു. ഇന്നത്തെ വീക്ക്ലി ക്ലോസ് കുറച്ച് ഇപ്പോൾ 103, 104 അബോവിലേക്ക് വരുമ്പോൾ ആ 99, 96 എന്ന് പറയുന്നതൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിലേക്കാവും. ആടാ ഇപ്പോൾ യൂട്യൂബ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ. നമ്മുടെ യൂട്യൂബിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്ന് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ കാരണം ലൈവ് ഇടുക അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റോപ്പായിരുന്നു. ക്രിപ്റ്റോ റിലേറ്റഡ് വീഡിയോസിന് എന്തോ അവർ നമ്മുടെ കുറേ വീഡിയോസ് റിമൂവ് ചെയ്തിരുന്നു. നമുക്കൊന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മിന്നാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 99ലേക്ക് പോയത്, 98ലേക്ക് പോയതൊക്കെ ഇൻവാലിഡേറ്റ് ആക്കുന്ന രീതിയിൽ ഇന്നത്തെ വീക്ക്ലി ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള BTC ഡോമിനൻസിൻ്റെ റിജക്ഷനിൽ ഉണ്ടായ ആൾട്ടിൻ്റെ ഒരു കയറ്റം നമ്മളിടയിൽ ഒരു സന്തോഷം നൽകുമ്പോൾ തന്നെ ഒരു ഭീതി വരുന്നുണ്ട്. ഇനി ഇങ്ങനെ തന്നെ കയറുമോ, അല്ലെങ്കിൽ വീണ്ടും കറക്ഷൻ വരുമോ
അല്ലെങ്കിൽ ഇത് ആൾട്ട് സീസണിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഇടയിൽ അധികമാക്കുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് 2 ഓപ്ഷനാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഇന്ന് ട്രംപിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ പേഴ്സൺസിന്, അതായത് ലാസ്റ്റ് നൽകി അതെല്ലാ ഈ പറയുന്ന ടാരിഫിനെ എതിർക്കുന്നവരൊക്കെ ഫൂൾസ് ആണെന്നും ഈ ടാരിഫിനെ കൊണ്ട് അമേരിക്കയിൽ ഒരുപാട് ബില്യൺസ് കണക്കിന് രൂപ വന്നെന്നും ആയതിനാൽ ഡിവിഡൻ്റായിട്ട് ഓരോ അമേരിക്കൻ പൗരനും, വലിയ പൈസക്കാരനല്ലെങ്കിൽ പോലും ഓരോ അമേരിക്കൻ പൗരനും $2000 വെച്ച് നൽകുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു ന്യൂസ് ഇന്ന് ട്രംപ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇത്തരം ഡിവിഡൻഡ് നൽകിയത് 2020 കോവിഡിന് ശേഷം. അപ്പം അന്ന് ഇത്തരം ഡിവിഡൻഡ് ഇത്രയും എമൗണ്ട് മാർക്കറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു നല്ല ആൾട്ട് സീസൺ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന ന്യൂസ് വന്നതിന് ശേഷം അടുത്തത് ഒരു പുതിയ അന്നത്തെ പോലെ ആൾട്ട് സീസൺ ഉണ്ടായതുപോലെ ഇനി എല്ലാ ഈ പറയുന്ന സെയിം ഡിവിഡൻഡ് വരുത്തിയാൽ വീണ്ടും പഴയ ബുൾ സൈക്കിൾ വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരാൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു തിയറി മാർക്കറ്റിലുണ്ട്. രണ്ടാമത്തെ വിഷയം, മിനിഞ്ഞാന്ന് മാർക്കറ്റ് പല കോയിൻസും കയറിയത് ഈ ഡിവിഡൻഡ് ന്യൂസ് ഇൻസൈഡർ ന്യൂസായിട്ട് കിട്ടിയിട്ടാണോ എന്നുള്ള ചോദ്യവും മാർക്കറ്റിലുണ്ട്. അതായത് ഇന്ന് ട്രംപ് ഈ $2000 റിലീസിൻ്റെ കാര്യം പറയും എന്നുള്ള ഇൻസൈഡർ ന്യൂസിന് ശേഷം ന്യൂസ് കിട്ടിയത് കൊണ്ടാണോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആൾട്ട് കോയിൻസിനൊരു പമ്പ് കിട്ടിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. പഴയ പോലത്തേനേക്കാൾ ക്രിപ്റ്റോ മാർക്കറ്റിന് വലിയ രീതിയിൽ മാനിപ്പുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ സെൻട്രലൈസ്ഡ് ആണ്, മറ്റേ ഡീസെൻട്രലൈസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം ടാരിഫ് റിലേറ്റഡ് ഒരു ട്വീറ്റ് വന്നതിന് ശേഷം മാർക്കറ്റിലുണ്ടായിരുന്ന അന്നത്തെ പല കോയിൻസും ബിയർ മാർക്കറ്റ് ലോയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രശ്നം മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രംപിൻ്റെ $2000 അനൗൺസ്മെൻറ്റ് പോലും ഇൻസൈഡറിൽ ഓൾറെഡി വിറ്റ് കഴിഞ്ഞോ എന്നുള്ള ഡൗട്ട് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ വരുന്നതാണ് ആ ഒരു പുഷ് വരാത്തത്. നമ്മളിടയിൽ പോലും പല കോയിൻസും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബിയർ മാർക്കറ്റിൻ്റെ തോട്ടുകൾ, അതായത് ബിയർ മാർക്കറ്റ് സംസാരങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് വെയിൽസ് ഓപ്പോസിറ്റ് ഉണ്ടാകും. നമ്മൾ ബുൾ മാർക്കറ്റ് സംസാരിക്കുന്നിടക്കും ഓപ്പോസിറ്റ് ഉണ്ടാകും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് സംഭവം മാർക്കറ്റിലുണ്ട്. അതായത് ഈ ലോങ് ലിക്വിഡേറ്റ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഒരുപാട് ലോങ് ലിക്വിഡേറ്റ് ആക്കിയതുപോലെ തന്നെ ഷോർട്ട് ലിക്വിഡേഷൻസും ഉണ്ടാകും എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് $2000 എല്ലാ പൗരന്മാർക്കും നൽകും, അതായത് മീൻസ് താഴെത്തട്ട് ജനങ്ങൾക്ക് നൽകുമെന്നുള്ള അനൗൺസ്മെൻറ്റ് മുമ്പ് ഇതേ അനൗൺസ്മെൻറ്റ് 2020 ഉണ്ടായപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തതാണ്. ഇന്ന് ഈ അനൗൺസ്മെൻറ്റ് വരുമ്പം തന്നെ ഫർദർ ഇൻസൈഡർ ന്യൂസ് പോലെയാണോ അത് ശരിക്കും മാർക്കറ്റിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ അടുത്ത പ്രാവശ്യം ബിറ്റ്കോയിൻ കുഡ് ക്രാഷ് അപ് ടു 80% നെക്സ്റ്റ് ഇയർ എന്നൊരു ഫാമിൽ എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ബുൾ മാർക്കറ്റ് ഏതാനും മാസങ്ങൾക്കകം ഈ ആൾട്ട് സീസണോടുകൂടി ഫിനിഷ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിറ്റ്കോയിനിൽ ഒരു ക്രാഷ് ഉണ്ടാവും. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ബിയർ മാർക്കറ്റ് ഉണ്ടാവുക. അതെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കൂടിയാണ്. അത് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. 2 ഓപ്ഷൻ, ഇവിടുന്ന് 100 ഇപ്പോൾ നമ്മളറിയാം കഴിഞ്ഞ ടൈം ഓൾ ടൈം ഹൈ എടുത്തത് 69K ആണ്. അത് കുറഞ്ഞത് ഒരു 20K ഇപ്രാവശ്യത്തെ ഓൾ ടൈം ഹൈ എത്രയാണ് നമുക്കറിയില്ല. ഇപ്പോൾ ഉള്ള 124 ആണോ അല്ലെങ്കിൽ 160 ആണോ 180 ആണോ എന്ന് നമുക്കറിയില്ല. ഒരു 150 വരെ ഉദാഹരണത്തിന് കയറിയത് ഒരു 120ലേക്ക് കുറയുന്നതും ഒരു വലിയ ക്രാഷാണ്. പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ 100K എന്ന് പറയുന്നത് ഒരു വലിയ ഹൈ ആണ്. ഇന്ന് 100K എന്ന് പറയുന്ന ഒരു വലിയ ക്രാഷാണ്. അപ്പോൾ ഈ ക്രാഷ് എന്ന ക്രൈറ്റീരിയ ആണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. അത് എപ്പോഴാണ് ഇപ്പോൾ BTC ഒറ്റയടിക്ക് 150 കയറിയിട്ട് 120 ആയപ്പോൾ ഇന്നത്തെ റേറ്റിനെക്കാട്ടി കൂടുതലാണ്. അതാണ് ഹൗ ഡു യു സീ നവംബർ ആൻഡ് ഡിസംബർ ആഫ്റ്റർ ഒക്ടോബർ ടേൺ റെഡ് എന്ന് പറയുന്നതിനേക്കാൾ നവംബർ എപ്പോഴും ഒരു ബുള്ളിഷ് മാസമായിരുന്നു. പക്ഷേ നവംബർ പ്രശ്നങ്ങളുണ്ടായ മാസം കൂടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം ഇത്രയേ ഉള്ളൂ. ഇത് ഒറ്റയടിക്ക് ഇന്നിപ്പോൾ ബുൾമാർക്ക് ആ സെറ്റപ്പ് അല്ല. BTC 50 വീക്ക് EMA സപ്പോർട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടി ബിലോ ക്ലോസ് ചെയ്യുന്നുണ്ടോ
അത് അവിടുന്ന് റിജക്ഷൻ വരുന്നുണ്ടോ, അവിടുന്ന് പ്രശ്നങ്ങൾ അതിന് റെസിസ്റ്റൻസ് ആക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്നലകളിലൊക്കെ അതിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ച 50ൻ്റെ സപ്പോർട്ടിൻ്റെ ബിലോയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ വീക്ക്ലി ക്ലോസ് നോക്കും, അത് 50ൻ്റെ മുകളിലാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് സെയിം പാറ്റേൺസ് തന്നെയാണ് പോകുന്നത്. BTC 102 കെയിലേക്കൊക്കെ വന്നിനെങ്കിൽ പോലും വീക്ക്ലി ക്ലോസ് ആകുമ്പോൾ അത് അത്യാവശ്യം സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നും ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീക്ക്ലി ക്ലോസ് ആകുമ്പോൾ വീണ്ടും ആ പറയുന്ന 50ൻ്റെ അബോവ് ആണെങ്കിൽ സ്റ്റിൽ BTC സപ്പോർട്ടിൻ്റെ അവിടെ തന്നെയാണ് ഉള്ളത്. ഇനിയല്ല BTC സപ്പോർട്ട് ബ്രേക്ക് ആവുന്നു, അത് റെസിസ്റ്റൻസ് ആവുന്നു, മെയിൻ ഏരിയക്ക് പോകുമ്പോൾ നമുക്കറിയാം BTC പതിയെ ബിയർ ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ചാർട്ട് വൈസ് കൺഫേം ആവും. കറൻ്റ് നമ്മളെല്ലാവരും പറയുന്ന ബിയർ മാർക്കറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ചാർട്ട് വൈസ് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് പറയുന്ന ആൾട്ട് സീസൺ വരുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലെന്താ, ആൾട്ട് സീസൺ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ട പോലെ ചില കോയിൻസൊക്കെ ഇന്നലെ കണ്ടില്ലേ, ഫില്ലൊക്കെ 100% കയറി. ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതൊക്കെ റിയാക്ട് ചെയ്യുക. നമ്മൾ ബൈ ചെയ്യുമ്പോൾ തന്നെ ലേറ്റായി പോകും. ഈ ആൾട്ട് സീസൺ എന്ന് പറയുന്നത് നമുക്ക് ബെല്ലടിച്ചെന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഡോർ ഓർമ്മത്തും കയറുന്ന സെറ്റപ്പ് ഒന്നുമല്ല. ചില കോയിൻസൊക്കെ അങ്ങനെയാണ്, അത് നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് പമ്പ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ ആൾട്ട് സീസണിൻ്റെ ഒരു പ്രശ്നത്തിലും വരുന്നൊരു കാര്യം. BTC ഡോമിനൻസിന് ക്രാഷ് ചെയ്യാൻ കുറേ നാളായിട്ട് 60 എന്ന് പറയുന്ന മെയിൻ റെസിസ്റ്റൻസിൻ്റെ ബിലോയിൽ തന്നെ ക്ലോസ് ചെയ്യുന്നത്, അവിടുന്ന് റിജക്ഷൻ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കണക്ക് പ്രകാരം BTC ഡോമിനൻസ് കുറയേണ്ടതാണ്. ചെറിയ ശതമാനം 2% കുറയുമ്പോൾ തന്നെ പല കോയിൻസും 100% ഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ആൾട്ട് സീസണിൽ ഒരു 10-15% കുറയേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തപ്പെടുക. ഈ ഡോമിനൻസ് ഇത്രയും കുറയുമ്പോൾ നിങ്ങൾക്ക് 2% കുറയുമ്പോൾ ഫില്ലൊക്കെ 100% 200% കയറി. കഴിഞ്ഞ നവംബർ ഇതേ സമയത്ത് ഡോജൊക്കെ എത്ര 300-400% കയറി. അതൊക്കെ ഒരു 1 വീക്ക് സ്പാനിലാണ് സംഭവിച്ചത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു കോയിൻ വാങ്ങി അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് പോയിന്റിലും ഒരു 20% പ്രോഫിറ്റ് എടുക്കാം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് അർജൻറ്റ് മണി, നമ്മൾ കടം വാങ്ങിയ പൈസ, നമ്മളുടെ ഈ ലോൺ എടുത്ത പൈസ, സ്വർണം വിറ്റ പൈസ, അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇമോഷണലി ഹൈ മാനിപ്പുലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ കടം വാങ്ങിയിട്ട് ഇട്ട് കഴിഞ്ഞ് ട്രംപ് ഒരു അനൗൺസ്മെൻറ്റ് ന്യൂസ് ഇന്നിട്ട് പോസ്റ്റ്, നമുക്കൊന്നും അറിയില്ല, നാളെ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇടാം. ഈ ഒക്ടോബർ 10 അവൻ്റെ പോസ്റ്റ് എന്താ, ഈ ചൈനയുമായിട്ട് വൻ ടാരിഫ് വരുന്നതാണ്. ഒക്ടോബർ 31 പറയുന്നു ഒരു പ്രശ്നവുമില്ല ചൈനയോട്. ഈ അന്നത്തെ ഒറ്റ ടാരിഫ് ന്യൂസിലൂടെ മാർക്കറ്റിലുണ്ടായ മാനിപ്പുലേഷൻ എത്രയാണ്. അതുകൊണ്ട് ഇത് ഹൈലി മാനിപ്പുലേറ്റീവ് മാർക്കറ്റാണ് കറണ്ട് സിറ്റുവേഷനിൽ. പലരും പല എക്സ്ചേഞ്ചും എന്ത് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ ഡംപ് ചെയ്തിട്ട് റീബൈ ചെയ്ത് കളിക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി വാലറ്റുകളിലേക്ക് പതിയെ മാറുമായിരിക്കും. അങ്ങനെ മാനിപ്പുലേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്തരം ഇമോഷൻസ് താങ്ങാൻ പറ്റില്ല. നമ്മൾ അർജൻറ്റായിട്ട് നമ്മൾ കടം വാങ്ങുകയോ വേറെ ആൾ വാങ്ങിയിട്ടോ അല്ല നമ്മൾ ഇത്തരം കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് മാനിപ്പുലേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ബേജാറ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഒരു മെയിൻ പരിപാടിയിൽ നിന്ന് സൈഡായിട്ടൊരു ലോങ് ടേം പരിപാടിയിൽ, അത് പൊട്ടൻഷ്യൽ ഉള്ള കോയിൻസിൽ അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പലരും ചെയ്യുന്നത് എന്താ ചെയ്യുക, നമ്മൾ ചെറിയ പൈസയുടെ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതും ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുക 100% റിട്ടേൺസ്, ഈ കോയിൻ ഇത്ര കയറിയാൽ അത്ര, അങ്ങനെയല്ല. ഈ കോയിൻ അത്ര കുറഞ്ഞാലും നമുക്ക് പൈസ കുറയും. നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. ഈ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 100% കുറഞ്ഞാലോ, മറ്റേ കോയിനാകുമ്പോൾ 100% കയറുകയും ചെയ്യില്ല, 100% കുറയുകയും ചെയ്യില്ല. അപ്പോൾ അതാണ് സേഫ്. അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പോയിന്റാണ്. അത്തരം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും 100% 200% റിട്ടേൺസിനോടൊപ്പം തന്നെ ആ കോയിൻസ് 200% കുറയാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് 100-200% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ 200% ഡൗണും എക്സ്പെക്ട് ചെയ്യണം. ഒരു ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഇത്തീരം പോലെ ചിലപ്പോൾ ഒരു 10% റിട്ടേൺസ്, ഒരു 15% റിട്ടേൺസ് തരുമെങ്കിലും അതിൻ്റെ കുറയലും ആ റേഷ്യോ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഓൾഡ് ഡൈനോ ഷാഡ് ബി ഇൻവെസ്റ്റ് ഇൻ സം ഓൾഡ് ഡൈനോസ്, അത് ഞാൻ നോക്കാനുണ്ട്. മീം സീസൺ ഉണ്ടാവും. ഈ മീം സീസൺ എന്ന് പറയുന്നത് ഫൈനലായിട്ട് ബിറ്റ് കോയിൻ മണി പോവും, പിന്നെ ടോപ്പ് കോയിൻസിലേക്ക് പോവും, പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ലോയിലേക്ക് പോവും, ലാസ്റ്റ് മീം കോയിൻസിലേക്ക് പോവും. മീം കോയിൻസിലേക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങിയ അറിഞ്ഞോ അത് അടുത്തത് ഡംപാണ്. അപ്പോൾ മീം കോയിൻസ് പമ്പ് ചെയ്യുന്ന കാണുമ്പോൾ സെൽ ഓഫ് ചെയ്യുക.
കാരണം മീം കോയിൻസ് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ മണി എടുത്തിട്ട് നേരെ മീം കോയിൻസിലിടും, എന്നിട്ട് ഇവർ അതും വൻ പമ്പ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആണ് പലരും വരിക മാർക്കറ്റിലേക്ക്. മീം കോയിൻസ് പമ്പ് ചെയ്താലാണ് എല്ലാവരും അറിയുക, നോക്കി ഈ കോയിൻ ഇത്ര പൈസയിൽ ഇത്ര വരെ കയറി എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യപ്പെടും, എല്ലാ പുറത്തുള്ള ആൾക്കാരും മാർക്കറ്റിലേക്ക് വരും. ആ സമയത്ത് മെയിൻ വെയിൽസ് മീം കോയിൻസിന് വിഡ്രോ ചെയ്യും, നമ്മൾ അവിടെ പെടരുത്. അപ്പോൾ മീം കോയിൻസ് പമ്പ് ചെയ്യുന്ന കണ്ട നൈസായിട്ട് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ നൈസായിട്ട് ഒരു പാർട്ടങ്ങ് സെല് ചെയ്യുക. സൂയി എക്കോസിസ്റ്റം ഡൗൺ ആകുന്നുണ്ട് ഇടയ്ക്കിടെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. വാട്ട് അബൌട്ട് ഡോജ് നമ്മുടെ ഈ പറയുന്ന 10x ഉള്ളതാണ്. ഇതിങ്ങനെ മാർക്കറ്റ് ഉണ്ടാവും, മീമിലേക്ക് ഒരു പമ്പ് വരുമ്പോൾ കയറേണ്ട കോയിനാണ്. പിന്നെ 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 ചോദ്യം ചെയ്താ ലവ് വാച്ചിങ്, താങ്ക്സ് റാ. യെസ്, പിന്നെ ഏതാ ചോദ്യം ഉള്ളത്? ഈ 92K 93 CME ഗ്യാപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ആ ലെവലിലേക്ക് വരുന്നത്ര. അത് പിന്നെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 93 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഏരിയ ഉണ്ട്. കാരണം കുറേ നാൾ 93ൻ്റെ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് 93 ബ്രേക്ക് ചെയ്തപ്പോഴാണ് 93ൻ്റെയും 104ൻ്റെ ഇടയിലേക്ക് മാർക്കറ്റ് പോയത്. അതിൻ്റെ ഇടയിൽ കുറേ നാൾ 93ൻ്റെയും നമുക്കൊന്ന് ഒരു 70ൻ്റെ ഇടയിലേക്കൊക്കെ, കാരണം ലാസ്റ്റ് ക്രാഷിൽ 72 വരെ വന്നിട്ട് പിന്നെ 93ലേക്ക് വന്ന് പിന്നെ 80ലേക്ക് വന്ന് പിന്നെ 93ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് 100ൻ്റെ അബോവിലേക്ക് പോയത്. അപ്പോൾ ഈ 93 എന്ന് പറയുന്ന ഒരു ബേസിക് സാധനം അവിടെ ഉണ്ട്, അതില്ല എന്നല്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ 93ൻ്റെ ബിലോ വരുന്നത് വളരെ ഡാർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യൽ, അത്രയും ഒരു ഡാർക്ക് സിസ്റ്റം. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് മാർക്കറ്റ് അപ്പ് ആവുന്ന സമയത്ത് 2 പെർസ്പെക്റ്റീവ് വരും. മാർക്കറ്റ് അപ്പ് ആവുന്ന സമയത്ത് ഇപ്പോൾ 130 നമ്മുടെ ഉള്ളിൽ ഒരു 150 വരും. മാർക്കറ്റിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും 150. അപ്പോൾ ഒരു 145 മാർക്കറ്റ് കുറയും. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ അങ്ങനെ തന്നെ ഒരു 100K എത്തുമ്പോൾ കുറേ ആൾക്കാർ 70-80 എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 90 കയറും. ഇതൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുന്നുണ്ട് സാധാരണ. പക്ഷെ 93 എന്ന് പറയുന്ന ഒരു സാധ്യത തള്ളിക്കളയണ്ട, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിയാവും. വാട്ട്സ് കോയിൻ ഷുഡ് ബി കീപ്പ് ഐസ് ഓൺ ഫോർ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 10x ഒരു ഞാൻ ഇത്തീരിയം അല്ലെങ്കിൽ ടോപ്പിലുള്ള സോള് അങ്ങനെയൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുക. 20K എന്ന് പറയുന്നത് സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 4 ഇയർ സൈക്കിളിന് മൈനിങ് പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, മൈനേഴ്സിന് റിവാർഡ്സ് കിട്ടും. അപ്പോൾ ഓരോ റിവാർഡ്സ് കിട്ടുന്നതും ഓരോ സൈക്കിൾ കഴിയുമ്പോഴും പകുതി. ഉദാഹരണത്തിന് 2011 ഇപ്പം 50 കിട്ടിയ, 2012 സൈക്കിൾ 8 കൂട്ടിയ ഒരു 12 50 കിട്ടിയാൽ 16 25 20 12.5 24 അത് അതിൻ്റെ പകുതി. അപ്പോൾ ഓരോ 4 ഇയർ സൈക്കിളിനും മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ്സ് പകുതി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് അവർ മൈൻ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യത്തെ 4 ഇയർ സൈക്കിളിന് ശേഷം ബിറ്റ് കോയിൻ്റെ മൈനേഴ്സിൻ്റെ റിവാർഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രീവിയസ് സൈക്കിളിന് അങ്ങോട്ട് ഹൈയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2016 സൈക്കിളിൽ ഇപ്പോൾ 19K ആണ് ഹയസ്റ്റ് ആണെങ്കിൽ 2020 69K ആയിരുന്നു ഹയസ്റ്റ്. പക്ഷേ 2024 ആകുമ്പോൾ അത് വീണ്ടും ഒരു 120 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പക്ഷെ 2020 69K ആണ് ഹയസ്റ്റ് എങ്കിൽ പോലും അത് 19Kൻ്റെ 16ൻ്റെ പ്രീവിയസ് ബുൾ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബുൾ സൈക്കിളിൻ്റെ ഹൈയിലേക്കാണ് ബിയർ മാർക്കറ്റ് ആകുമ്പോൾ കുറഞ്ഞിട്ടുണ്ടായത്. ആ കണക്ക് വരുമ്പോൾ ഈ സൈക്കിളിൽ ഒരു പുതിയ ഹൈ ഉണ്ടാക്കുമ്പോൾ കുറയുമ്പം തന്നെ പ്രീവിയസ് സൈക്കിളിൻ്റെ ലെവലിലേക്ക് നോക്കുമ്പോൾ ഒരു 80 70 100 ആ റേഞ്ചിലേക്കായിരിക്കണം മാക്സിമം ഈ സൈക്കിളിൻ്റെ ബിയറിലേക്ക് നമ്മൾ പോവേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 20K എന്ന് പറയുന്നത് ഒരു സാധ്യത കുറവാണ്. കാരണം മൈനേഴ്സിൻ്റെ റിവാർഡ്സ് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി പകുതിയാണ് ഇപ്രാവശ്യം കിട്ടുക അടുത്ത 4 ഇയർ സൈക്കിളിൽ. ഇപ്രാവശ്യം 12.5 ആണെങ്കിൽ ഇനി വരുന്ന 4 ഇയർ സൈക്കിളിന് അതിൻ്റെ പകുതിയായിരിക്കും, അടുത്ത 4 ഇയർ സൈക്കിളിന് അതിൻ്റെ പകുതിയായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ബിറ്റ് കോയിന് ഒരു ലെവൽ ഓഫ് കൂടുതൽ വേണം. അത് നമ്മൾ മുമ്പേ സംസാരിക്കുന്ന കാര്യമാണ്. TRX ആണ് കഴിഞ്ഞ കുറേ നാളായിട്ട് എത്ര കറക്ഷൻ വന്നാലും അതിനൊരു മിനിമം പവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ കുറേ നാളായി നോക്കുന്ന ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ബുൾ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം 60-ലും 48-ലും ഉണ്ടായത് ഇപ്പോൾ 100 124 വരെ കയറിയിട്ടുണ്ട്.
അത് ആൾട്ട് സീസണായിട്ട് വരുന്നത്ര. ബുൾ മാർക്കറ്റ് തീരാൻ പോവുകയാണ്. ബുൾ മാർക്കറ്റ് അതിൽ ഫൈനലിൽ ഉണ്ടാകുന്ന ഒരു ആൾട്ട് സീസണാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബുൾ മാർക്കറ്റ് ഒരു 90% തീർന്നു. ലോഡഡ് ലയൺ കൊള്ളാം, അത് നമുക്കറിയില്ലടാ. അത് ഇനി ഇപ്പോൾ നവംബറിൽ ശരിക്കും പറഞ്ഞാൽ കണക്ക് പ്രകാരം 4 ഇയർ സൈക്കിള് പ്രീവിയർ സൈക്കിളിൻ്റെ നോക്കുമ്പോൾ ഈ ഒക്ടോബർ നവംബറിൽ അവസാനിച്ച് ടോപ്പ് അടിച്ച് ബിയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. പക്ഷേ ഈ സൈക്കിള് നമ്മൾ എല്ലാ കൊല്ലവും 2016, 20, 24, 12 തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാൾവിങ്ങിന് ശേഷമുള്ള ഒരു 568 ദിവസം നോക്കുമ്പോൾ ഒക്ടോബറിൽ തീരേണ്ട സമയമായി ഈ ബുൾ മാർക്കറ്റ്. പക്ഷേ ഈ സൈക്കിൾ കുറച്ച് ചില സമയത്തൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് സംഭവം സംഭവിക്കുന്നതുകൊണ്ട് +or -2. അപ്പം ഏകദേശം ഇതാവേണ്ട സമയമായി. അപ്പോൾ ഈ നവംബർ പോസിറ്റീവ് ആവേണ്ടതാണ്. ടാവോ ഓക്കെയാണ്. എൻഡ് ഓഫ് കറന്റ് ബുൾ മാർക്കറ്റ് പ്രീവിയസ് ബുൾമാ പറഞ്ഞ പോലെ തന്നെ തീരേണ്ട സമയമായി. അപ്പോൾ ഈ സൈക്കിൾ ഒരു 3 month 2 month എക്സ്റ്റെൻഡഡ് ആയി കഴിഞ്ഞാലേ ഉള്ളൂ ഇനി. അത് നമുക്കൊന്ന് ഫൈനൽ എന്തെങ്കിലും ഒരു പുഷ് അത്രേ ഉള്ളൂ ശരിക്കും തീരണ്ട. പക്ഷെ അതനുസരിച്ചുള്ള ഇത് വരുന്നത്ര. $5 million അത്ര നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത 20 വർഷം ഞാൻ തന്നെ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. XRP പമ്പ് ഉണ്ടാവേണ്ടതാണ് ഡിസംബർ വരെ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആൾട്ടിലേക്ക് ആ ഡോമിനൻസ് റിജക്ഷൻ വരുന്ന ആ സമയം നമുക്ക് നിർത്തി പോകേണ്ടതാണ്. 60 to 120K പോയ സെയിം പാറ്റേൺ ആണോ 120 to 60K? ഏത് ഇറ്റ്സ് മീ ആബിന് എന്താ പറയുന്നത് അടുത്ത ബിയർ മാർക്കറ്റിൽ സംഭവിക്കുന്നതാ? BNB സ്ട്രോങ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ള ആൾട്ട് റിജക്ഷൻ വരുന്ന സമയത്ത് BNBയിലേക്കും ഫണ്ട് വരാം. പക്ഷെ ഇതൊക്കെ ആ BTC ഡോമിനൻസിൻ്റെ റിജക്ഷൻ പോലെ ഇരിക്കും. ശരിക്കും കഴിഞ്ഞ എല്ലാ ആൾട്ട് സീസണിലും കിട്ടില്ല റിജക്ഷൻ ഒരു 10%, 15% കിട്ടി. ഇതുവരെ നമ്മൾ ഈ ആൾട്ട് പുള്ള് ചെയ്യുമ്പോൾ മാക്സിമം കഴിഞ്ഞ നവംബർ ഒരു 5% വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ല റിജക്ഷൻ കിട്ടിയ ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റിയ ആൾട്ട് പറയാം. നമുക്കൊന്നും ഏറ്റവും നല്ലത് ഈ ടോപ്പ് കോയിൻസ് ഇത്തീരിയം അതൊക്കെ ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സേഫസ്റ്റ്. ഡോജ് കോയിൻ നമ്മളിലുണ്ട്. PYR നമ്മുടെ 10x ബിയർ മാർക്കറ്റ് പാറ്റേൺ. അതായത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുണ്ട് 69 72 റേഞ്ചിൽ നിന്ന് റിജക്ഷൻ വന്ന് 19 വന്നില്ലേ? അപ്പോൾ അതേ പാറ്റേൺ ആയിരിക്കും. അത് എവിടം വരെ BTC കയറുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു 150 കയറിയാൽ ചിലപ്പോൾ അതനുസരിച്ചുള്ള റേഷ്യോയിൽ കുറയും. അബൌട്ട് സോൾ ഓപ്ഷൻസ് ആണ്. സോളൊക്കെ സോള് പ്രശ്നമൊന്നുമില്ല. ARB ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡോമിനൻസ് റിജക്ഷൻ വരുമ്പോൾ ഒട്ടുമിക്ക കോയിൻസും ടോപ്പിലുള്ള ഒട്ടുമിക്ക കോയിൻസും റൈസ് ആവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫൈനൽ ഘട്ടത്തിലായതുകൊണ്ട് പെട്ടെന്ന് നിർത്തിപ്പോണം. അതായത് പെട്ടെന്ന് സെൽ ഓഫ് ചെയ്യണം. ഏത് കോയിൻസും ഇനി ഒരു ജസ്റ്റ് ഫ്യൂ ഗെയിൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തി അത് സെൽ ഓഫ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്നുണ്ടെങ്കിൽ. ഫെറ്റ് ഈ ആഴ്ചയിൽ കുറച്ചധികം കയറിയില്ലേ, അപ്പോൾ അതും ഒരു പോസിറ്റീവ് റിയാക്ഷൻ ആണ്. റിജക്ഷൻ വരുമ്പോൾ തന്നെ ഫെറ്റ് കയറുന്നത്. സോറി മിനാഫ്, ഞാൻ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ഞാൻ യൂട്യൂബിലിടാം. ഓക്കെ, അതായിരിക്കും നല്ല ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞ ടാസ്ക്കാണ്. ICPയും എന്താണെന്ന് അറിയില്ല അല്ലേ, ഇതിൽ കുറച്ചധികം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ ആൾട്ട് സീസണിലൊക്കെ വലിയ റേഞ്ച് കിട്ടിയ കോയിനാണ്. അക്കാണെങ്കിൽ നല്ലോണം കുറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇതാവുന്നതായിരിക്കും നോക്കണത്. ഞാൻ എന്നാൽ പിന്നെ നാളെ വരാം അല്ലേ? അല്ല നല്ല ഡെയിലി കുറച്ച് സമയം സംസാരിക്കുന്നതല്ലേ അല്ലേ? ഓക്കെ, ബൈ.